ഗൈസ്, വെൽക്കം ടു 3 ഇഡിയൻ വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. ഷോപ്പിങ്ങിൽ എന്തൊക്കെയാണ് ചെയ്തതെന്ന്, ഞാൻ എന്തൊക്കെയാണ് മേടിച്ചെന്ന് ഡീറ്റെയിൽ ആയി കാണിച്ചു തരാം. അപ്പം ഞാനൊരു ബാഗാണ് മേടിച്ചിരിക്കുന്നത്. ദൂരത്തുനിന്ന് കാണിച്ചാൽ ഒരു ബാഗാണ് മേടിച്ചിരിക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് ബാഗാണ്, പൂക്കളൊക്കെ ഉള്ള ബാഗാണ്. അപ്പോഴത്തെ ട്രെൻഡിങ് വെച്ചാണ്. അപ്പോൾ കണ്ടോ, ഞാൻ ഫസ്റ്റ് സിപ്പ് ഞാൻ തുറന്ന് കാണിച്ചുതരാം. ഫസ്റ്റ് സിപ്പിൽ ആക്ച്വലി ഒന്നുമില്ല, ഞാൻ ടവലൊന്നും വെച്ചിട്ടില്ല. ടവല് പോകുന്ന സമയത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൽ ടാഗൊക്കെ വരും. ഞാൻ ഫിഫ്റ്റിക്കല്ലേ കൊണ്ട് ടാഗൊക്കെ വരും. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡത്തെ ഇതിൽ ഒരു കുട വെച്ചിട്ടുണ്ട്. അതും ബ്ലാക്ക് കുട കേട്ടോ. ഇത് ഡെനീഷൻ ആണ് കണ്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു കുട മേടിച്ചിട്ടുണ്ട്. കുട മേടിച്ചതല്ല, അച്ഛൻ്റെ ഓഫീസിൽ നിന്ന് തന്നതാണ്. അപ്പോൾ പിന്നെ ഉള്ളത് ഒരു ജോമെട്രി ബോക്സ്, അച്ഛൻ്റെ ഇതൊന്നും തന്നിട്ടുണ്ടായിരുന്നു, ജോമെട്രി ബോക്സ്. അപ്പോൾ ഞാൻ തുറന്ന് കാണിച്ചുതരാം. ജോമെട്രി ബോക്സ് സാധാരണ പോലെ തന്നെയാണ്, പക്ഷെ ഒരു വെറൈറ്റി പോലത്തെ ഒരു ഇതിനുള്ളിൽ ഇടാനും പാടാണ്, കളിക്കാനും പാടാം. സാധാ ഒരു ജോമെട്രി അത്രയൊക്കെ തന്നെ ഇതിലും വരുന്നുള്ളൂ. പിന്നെ ഇതിലൂടെ തന്നെ തിരികെടുക്കട്ടെ. പിന്നെ ഞാൻ മേടിച്ചതാണ് ബാർബിയുടെ, ഞാൻ പൗച്ചാണ് മേടിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഞാനിത് മേടിച്ചു. ഇതിൻ്റെ ഉള്ളിൽ തുറക്കുമ്പോൾ തന്നെ ഒരു ടൈം ടേബിൾ ഉണ്ട്, ബാർബിയുടെ ടൈം ടേബിൾ ഉണ്ട്. സെക്കൻഡ് ഒരു ബാർബിയുടെ പെന്നുണ്ട്, പെന്നല്ല പെൻസിലുണ്ട്. പിന്നെ ഈ രണ്ട് പെന്ന് കയറ്റാൻ ഇത്തിരി കഷ്ടമാണ്. ഈ രണ്ട് പെന്ന് കയറ്റാൻ ഇത്തിരി കഷ്ടമാണ്, അപ്പം ഞാൻ ഇറക്കുന്നില്ല. പിന്നെ സെക്കൻഡ് ഡ്രോ കാണിച്ചു തരാൻ മറന്നു. ഇതിങ്ങനെ അച്ചെടുത്ത് കഴിയുമ്പോൾ ഒരു റബ്ബർ, ഇത് വേണ്ടാത്ത റബ്ബറാണ്. ഇത് ഞാൻ ഫ്രീ കിട്ടിയതാണ്, ഇതിലൂടെ ഫ്രീ കിട്ടിയതാണ്. ഒരു ബാർബിയുടെ സ്കെയിൽ, ഒരു ബാർബി സ്കെയിൽ കിട്ടി. അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇത്ര നേരം. അപ്പോൾ ഇതിപ്പോൾ തൽക്കാലം ഇരിക്കട്ടെ. ഇത് ഇങ്ങനത്തെ റബ്ബറാണ്, ബാർബിയുടെ പോലത്തെ സൈഡിൽ വരുന്ന ഇതിൽ ഒരു ലൈൻ വരുന്ന ഒരു റബ്ബറാണ്. ചെടുത്ത് വെക്കട്ടെ, അല്ലെ ഞാൻ മറന്നു പോകും. ഇത് ഈ ബാഗ് മാത്രമല്ല ഞാൻ മേടിച്ചത്, കമ്മൽ മാത്രമേ മേടിച്ചുള്ളൂ. എൻ്റെ യൂണിഫോം നമുക്ക് വീട്ടിൽ കാണിച്ചു തരാം. ഇതൊക്കെ കഴിഞ്ഞിട്ട് സ്കൂൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. തേർഡ് ഡ്രോ നമ്മൾ തുറന്നു. അതിൽ നമ്മുടെ വാട്ടർ ബോട്ടിലാണ്. ഇതൊന്നും ഞാൻ തോന്നിട്ടില്ല. ഒരു വാട്ടർ ബോട്ടിൽ, അത്യാവശ്യം വലിയൊരു വാട്ടർ ബോട്ടിൽ ഞാൻ മേടിച്ചു. പിന്നെ അതാ ഒരു ടിഫൻ ബോക്സ് മേടിച്ചു, മെൽട്ടൻ്റെ ഒരു ടിഫൻ ബോക്സ്. ഇതും കാണിച്ചു തുറന്ന് വെച്ചു. ഇത് ഈസിയായി തുറക്കാൻ പറ്റുന്ന ഇത് കഴിഞ്ഞാൽ ഒരു ടിഫൻ ബോക്സ്, സാധാ സ്റ്റീലിൻ്റെ ഒരു ടിഫൻ ബോക്സ് കണ്ടോ. സാധാ ഒരു സ്റ്റീലിൻ്റെ ടിഫൻ ബോക്സ്, വാട്ടർ ബോട്ടിൽ അത്ര തന്നെ. ഈ മൂന്നാമത്തേലുള്ളൂ, നാലാമത്തേലും ഒന്നുമില്ല. അപ്പോൾ ഞാൻ ബുക്സൊന്നും ചട്ടി ഇട്ടിട്ടില്ല. ഇന്നത്തെ തീയതി ഒന്നായി. ഞങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ല, നോട്ട് ബുക്ക് വാങ്ങണം. ഞങ്ങൾക്കൊരു 4 നോട്ട് ബുക്ക് കിട്ടിയെങ്കിൽ ഞങ്ങൾക്ക് ഇനി ഒരു 3 നോട്ട് ബുക്ക് മേടിച്ചാൽ മതി. അപ്പോൾ അത്രയൊക്കെ തന്നെ നമ്മുടെ ആ ബാഗിലുള്ളൂ. ഞാൻ ഈ ബാഗ് മേടിച്ചത് പാലക്കാട് സ്കൂബിയുടെ കിറ്റക്സ് എന്നാണ്. അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഈ ഒരു കവറിലാക്കിയിട്ടാണ് വെച്ചിരുന്നത്. മറ്റേ ബ്രൗൺ കവറൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രൗൺ കവർ ഞാൻ വേണ്ട, കുറേ നെയിം സ്ലിപ്പ് ഫ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ നെയിം സ്ലിപ്പ് ഫ്രീ കിട്ടില്ല പറഞ്ഞിട്ട്
ഒരു നെയിം സ്ലിപ്പ് എക്സ്ട്രാ മേടിച്ചു. ബാർബിയുടെ തന്നെ ഒരു നെയിം സ്ലിപ്പ്. അത് 2 ഷീറ്റ് മേടിച്ചു. എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാൻ 2 ഷീറ്റ് മേടിച്ചു. ചട്ടയും ബുക്കുണ്ടേ, പിന്നെ 2 ഷീറ്റ് മേടിച്ചു. പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ച് ഐറ്റംസ് ഉണ്ട്. കൂടുതൽ ഐറ്റംസ്, കുറച്ചല്ല, കുറച്ച് കൂടുതൽ. ലിപ്സ്റ്റിക്ക് മേടിച്ചിട്ടുണ്ട് ഞാൻ. DLCOOL എന്ന് പറഞ്ഞ ഡാസ്ലറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് മേടിച്ചിട്ടുള്ളത്. ഇത് സ്കൂബിയുടെ കിറ്റക്സ് തന്നെയാണ് മേടിച്ചത് തോന്നുന്നുണ്ട്. അല്ല, സ്കൂബിയുടെ കിറ്റക്സ് എന്നല്ല, വേറെ ഏതോ മാളിൽ പോയി മേടിച്ചാണ്. മാളിൽ പോയി മേടിച്ചാണ്. നല്ലൊരു ക്ലിപ്പാട്ടോ, ഭയങ്കര ഇഷ്ടമായ ഒരു ക്ലിപ്പാണിത്. ഉണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു ക്ലിപ്പാണ്. പിന്നെ ഒരു ടിക് ടാക്ക് ക്ലിപ്പ് മേടിച്ചിട്ടുണ്ട്. അത് ഡെയിലി യൂസിനാണ്. ഇത് കുറേ അധികം കമ്മൽ മേടിച്ചു. കമ്മൽ കുറച്ച് അത്യാവശ്യമാണ്. ഒന്നിന് തിരിവുണ്ടെങ്കിൽ ഒന്നിൽ തിരിവുണ്ടാവില്ല, അങ്ങനത്തെയാണ് എനിക്ക് പറ്റിയത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓരോന്ന് കാണിച്ചു തരാം. ഇത് കുറച്ച് കെട്ടൊക്കെ പെട്ടിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു റെഡ് ചിമിക്കല്ല, ഇങ്ങനത്തെ ഒരു കമ്മലാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇതും സ്കൂളിൽ കിട്ടിയിട്ട് ഇങ്ങനൊരു തൊങ്ങണ ടൈപ്പാണ്, കൊക്കി പോലത്തെ ടൈപ്പാണത്. അതാണ് ഫസ്റ്റ് മേടിച്ച കമ്മൽ. സെക്കൻഡ് ഒരു ഇങ്ങനത്തെ ഒരു ടൈപ്പ് വരുന്നത് കമ്മലാണ്. അത് ഇങ്ങനത്തെ ഈ 2 മേടിച്ചിട്ടുണ്ട്. ഈ തൊങ്ങണ കമ്മൽ മേടിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ തൊങ്ങണത് മേടിച്ചിട്ടില്ല. പിന്നെ ഒരു തൊങ്ങലും കൂടി ഇട്ട് ഞാനിത് കവറൊന്നും പൊട്ടിച്ചിട്ടില്ല. ഇതാണ് എൻ്റെ ഫേവറേറ്റ് കമ്മലായിട്ട്. പിന്നെ ഒരു മോസ്റ്റ് ഫേവറേറ്റ് ഒരു ബട്ടർഫ്ലൈ. ക്യാമറയിൽ പോകുമ്പോൾ എത്ര ചന്തൂടെന്ന് അറിയില്ല, എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ ഒരു റിങ് ടൈപ്പ് വരുന്നൊരു കമ്മൽ മേടിച്ചിട്ടുണ്ട്. ഇത് അച്ഛൻ്റെ ഇഷ്ടപ്രകാരം മേടിച്ചതാണ്. ഈ റിങ് ടൈപ്പ് അച്ഛന് ഭയങ്കര ഇഷ്ടമായി, അപ്പോൾ അത് മേടിച്ചതാണ്. ഞാൻ എല്ലാ അച്ഛൻ്റെ കൂടെ പോയി ചട്ട മേടിച്ചത്. ഇതിന് വന്നിട്ട് എത്ര രൂപയാണെന്നൊന്നും ഇതിൽ എഴുതിയിട്ടില്ല, ഞാൻ ബില്ല് കളഞ്ഞത്. ഇതിന് 78 രൂപയാണ്. നിങ്ങൾ വിശ്വസിക്കില്ല, പക്ഷെ 78 രൂപയാണ്. അത്രയും വിലയാണ്. ഇത്രയൊക്കെ കമ്മൽ തന്നെ ഞാൻ മേടിച്ചിട്ടുള്ളൂ. ഇനി ഇതതുപോലെ ഇതിലാക്കി വെച്ചില്ലെങ്കിൽ അമ്മയുടെ അതുപോലെ എനിക്ക് തരും. അപ്പം ഇത്രയൊക്കെ സംഭവങ്ങൾ തന്നെ ഞാൻ മേടിച്ചിട്ടുള്ളൂ. പിന്നെ അട്ടക്കടലാസ് ഞാൻ ഇനി ചട്ട ഇടുമ്പോൾ ബുക്ക് കവർ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് തരും. അത് നിങ്ങൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് തരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.